അപ്പം ഞാൻ അവൻ്റെ കൈ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ അവിടെ തൊടുവന്ന്. എന്തൊരാശ്വാസം. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്യൂൺ ചേട്ടൻ ഉണ്ടായിരുന്നേ. മടിയിലിരിക്കുന്ന കൊണ്ട് കൈ കൊണ്ട് കാണിച്ചു. അപ്പം ഞാൻ ഓടിച്ചെന്നു മടിയിലിരുന്നു. പിടിച്ചാടും ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? ഇരുന്നപ്പം എൻ്റെ കാലിൻ്റെ അടിയിൽ എന്തോ ഇങ്ങനെ കട്ടിയായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ തൊടുന്നു. തനിക്കൊരു ജെട്ടിട്ടുടോ? അപ്പം അതെന്തോന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി, പക്ഷെ ഭയങ്കര പേടി. അപ്പൊ ഇന്നലെ നല്ല ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഇതെന്തത് തൊലിയാണോ അതോ എല്ലാണോ സോഫ്റ്റായിട്ട് മാംസമാണോ എന്തോന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഇരുമ്പ് കമ്പി തരുമോ? ഏതായിട്ടാ? ഓ ഏതായാലും കുഴപ്പമില്ല. ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ കൈ എടുത്തിട്ട് എൻ്റെ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പതുക്കെ തൊട്ടു. നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ? അല്ല അതിപ്പോ തൊട്ടിട്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് തൊട്ടത്. ഞാൻ തൊടുമ്പം എനിക്കൊന്ന് ആ ചേട്ടൻ അറിയായിരുന്നു എന്നെ എങ്ങനെ തുടർന്നു കേട്ടോ. അങ്ങനെ ഹരിദ്വാരം ചീറ്റി. എന്തോ എനിക്കത് ഇനിയും വേണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇവളൊട്ടും ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ തൊട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്, തൃപ്തി തോന്നണമെങ്കിൽ മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ഈ ചേട്ടൻ തൊട്ടോ. ഞാൻ തന്നെ തൊട്ടോക്കെ ബാത്റൂമിൽ കയറി എന്താ ചെയ്യാ? 1.5 മണിക്കൂറായല്ലോ കേറിയിട്ട്. 1.5 മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കേറിയതാ. പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കുഴപ്പമായോ ദൈവമേ? തൊട്ടിങ്ങനെ പതുക്കെ ഒരു താളത്തിന് തൊട്ട് ഇങ്ങനെ വന്നപ്പം ഒരു കാര്യം ഉണ്ടായി. ഗ്യാസം. ഇനി നീ കല്യാണം കഴിക്കണ്ട. കഴിച്ച ഒരു കുഞ്ഞാടിന്റെ ജീവിതവും കൂടി വെള്ളത്തിലാവും.